ഞാനുണ്ടല്ലോ നമ്മുടെ ഗോതമ്പ് മാവില്ലേ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചിട്ട് അത് വെച്ചിട്ട് 3 പൊറാട്ടയായിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചപ്പാത്തിക്കുള്ള മാവ് എടുത്തിട്ട് നല്ലപോലെ വട്ടത്തിൽ പരത്തി അതിന് മീതെ കുറച്ച് ബട്ടറൊക്കെ പരട്ടിയിട്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് മടക്കി കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ പരത്തിയെടുത്തു. നല്ല സോഫ്റ്റായിട്ട് പരത്തണം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ പുട്ടൊക്കെ വരും, അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അത് നല്ലപോലെ പരത്തി വെച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പൊറോട്ടയില്ലേ, നമ്മുടെ മൈദയുടെ പൊറോട്ട പോലെയുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പൊറോട്ട. അതിന് വേണ്ടിയിട്ട് ഈ ഗോതമ്പ് മാവ് ചപ്പാത്തി പോലെ പരത്തിയിട്ട് അതിൻ്റെ മീതെ കുറച്ച് ബട്ടറൊക്കെ ഇട്ട് പരട്ടിയിട്ട് പിന്നെ ഞാൻ ഈ പിസ്സ കട്ടർ വെച്ചിട്ട് ലൈനായിട്ട് കട്ട് ചെയ്തു. ഇത് കുറച്ച് നല്ല സോഫ്റ്റായിട്ട് ചെയ്യണം, ഇങ്ങനെ ഹാർഡായിട്ടൊന്നും ചെയ്യരുതിട്ടാ. അത് കഴിഞ്ഞിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ഇങ്ങനെ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തു. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കട്ട കുത്താണ്ട് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ വട്ടത്തിൽ പരത്തിയെടുക്കുക. ഞാൻ ഈ ഗോതമ്പ് പൊടി കുഴച്ചപ്പോൾ കുറച്ച് ബട്ടറും ഉപ്പൊക്കെ ഇട്ട് ഞാൻ കുഴച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 10-20 മിനിറ്റ് വെച്ചു, അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ റോളാക്കിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ പരത്തിയിട്ടില്ല, അതും നല്ല സോഫ്റ്റായിട്ട് നല്ല ബലം കൊടുക്കാണ്ട് പരത്തിയെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മസാല നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചപ്പാത്തി കേട്ടോ. പൊറോട്ട ചപ്പാത്തി പറാത്തതൊക്കെ തന്നെ. അതിനൊരു പകുതി സവോള, പച്ചമുളക്, മുളക് പൊടി, ഉപ്പ്, കുറച്ച് ബട്ടർ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ അറ്റത്തെ സൈഡിൽ കുറച്ച് ഈ മിക്സ് കൊണ്ടുപോയി വെച്ചിട്ട് നല്ലപോലെ പൊട്ടാണ്ട് പരത്തിയെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇതിൽ ഈ ബട്ടർ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ കുക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ. ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ഈ സൈഡ് ഫോൾഡ് ചെയ്ത് അപ്പോൾ ഈ സൈഡിൽ ഞാൻ കുറച്ച് ബട്ടറൊക്കെ തേച്ച് പിടിച്ചിട്ട് നല്ല ഭംഗി ഒരു ട്രയാങ്കിൾ പോലെ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് 3 ചുട്ടെടുക്കാം കേട്ടോ. ഞാൻ ഈ ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും അറിയുമല്ലോ. നമ്മൾ ദോശപാത്രം ചൂടാക്കിയിട്ട് അതിൽ ഓരോന്നായിട്ട് ഇട്ട് ചുട്ടെടുക്കാം. പക്ഷേ ഇത് ചപ്പാത്തി പോലെയല്ല, കുറച്ച് ഓയിലി ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബട്ടർ ഇട്ടിട്ട് തന്നെയാണ് നല്ലപോലെ ബട്ടറൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ചുട്ടെടുക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ചപ്പാത്തിക്കാൾ നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. ആ പരത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അത് ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. എന്നിട്ട് എല്ലാ ചപ്പാത്തി ഞാൻ നല്ല സോഫ്റ്റായിട്ട് വരുന്നത് കണ്ടാ. ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് കാസ്ട്രോളിലേക്ക് എടുത്ത് വെച്ച് വൈകിട്ട് വരെ കേടാൻ വേണ്ടി ഇതേപോലെ തന്നെ ഇരിക്കും. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ചുട്ടെടുത്തു. ആ പൊറോട്ട പോലെ തന്നെ ഇല്ലേ, അതിങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ പൊറോട്ട അടിക്കില്ല, അതുപോലെ അടിച്ചാൽ നല്ല ലെയറായിട്ട് കിട്ടും. ഇതിപ്പോൾ നമുക്ക് കഴിക്കാനല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ലെയറാക്കാനൊന്നും പോയില്ല കേട്ടോ. നോക്കിയേ, എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് അരിക്കണ ചപ്പാത്തിന്ന് പൊട്ടും നല്ല ലെയറുകൾ കാണാൻ പറ്റും. പിന്നെ ആട്ട പൊറോട്ടയുടെ ആ ലെയറുകൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ്, നല്ല